ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ വിജയിക്കാത്തൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇനിഷ്യേറ്റീവിൽ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം, ഇത് തിയേറ്ററിൽ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ഇനിഷ്യേറ്റീവിൽ എടുത്തിട്ടുള്ള കുറച്ച് പ്രിക്കോഷൻസ് എന്തായിരിക്കും മോഹിനിയാട്ടത്തിൽ? ഭരതനാട്യം ഇപ്പോൾ ഒ ടി ടിയിൽ സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം തിയേറ്ററിൽ അത് വർക്കൗട്ട് ആവാതെ പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് വരുന്ന റിവ്യൂസിൽ നിന്നും പിന്നെ നമ്മുടെ ഒരു അനാലിസിസും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊന്നായിരുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അതിലോട്ടേക്ക് പടം എത്തിക്കണം എന്നുള്ളത് ആ ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു. കുറേ കൂടെ ഇവൻറ്റ്ഫുൾ ആക്കണം. ഭരതനാട്യം ഒരൊറ്റ ഇവൻറ്റിലായിരുന്നു പടം മൊത്തം കറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇവൻറ്റ്ഫുള്ളായിരിക്കണം, ഓരോ പോയിന്റ് കഴിയുമ്പോഴും പടത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതും നമ്മുടെ റൈറ്റിങ്ങിലുണ്ടായിരുന്നു. അതുപോലെ ഭരതനാട്യം ആക്ച്വലി ഞാനൊരു കോമഡി പടം എന്നുള്ള രീതിയിലല്ലായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്തത്. അതൊരു ഫാമിലി ഫീൽ പടം ഹ്യൂമർ ഫ്ലേവറിൽ പറയുന്നു എന്നേ ഞാൻ അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും കുറേ പേര് പറഞ്ഞു കോമഡി കുറവായിരുന്നു എന്നും കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അതിൽ തീർക്കാന്നുള്ളതുകൊണ്ട് കോമഡിയും നമുക്ക് വേണ്ടോളം വേണം എന്നുള്ളതുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിലോട്ടേക്ക് എത്തിയത്. മോഹിനിയാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഹ്യൂമറാണ്, ഒപ്പം തന്നെ ഒരു ചെറിയൊരു ക്രൈം, ചെറുതല്ല ഒരു ക്രൈം സംഭവിക്കുന്നുണ്ട്. അത് ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ക്രൈമിനെ എങ്ങനെ നോർമലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊരു ലീഗൽ സൈഡ് ഉണ്ടാവുമോ, അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ അതിലോട്ട് കൂടുതൽ പോകാറില്ല. കാരണം എല്ലാതരം സിനിമകളും വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത്തരം സിനിമകൾ കാണാൻ എനിക്കിഷ്ടമാണ്. കാണാൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ട് ആൾക്കാരെ കൊല്ലാൻ പോവില്ല. അപ്പോൾ അത്തരത്തിൽ തന്നെ എടുക്കുന്നൊരു വലിയൊരു സമൂഹം ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. സിനിമയാണ്, ഇപ്പോൾ അതങ്ങനെ പോയ പോലെ. ഒരു എന്താ പറയുക, ഒരു ട്രെയിലറിൽ നല്ലൊരു സിനിമയുടെ പൂജയ്ക്ക് വന്ന സമയത്താണ് ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞത് മോഹിനിയാട്ടം ഭരതനാട്യം കഴിഞ്ഞ് ഇനി ഒരു മോഹിനിയാട്ടം തുടങ്ങാൻ പോവാണ് എന്ന്. അന്നെല്ലാവരും അതൊരു തമാശയായിട്ടായിരുന്നു എടുത്തത്, ഒരു ട്രോള് പോലെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു. പക്ഷെ ആ പറഞ്ഞ വാക്ക് ഇന്നത് യാഥാർത്ഥ്യമായി പ്രേക്ഷകരത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഏറ്റെടുക്കുന്നു. തിയേറ്ററുകളിൽ ഭയങ്കര രസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു എന്താ പറയുക, ഇത് കഷ്ടപ്പെട്ട് ജയിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ, ആ ഒരു കിക്കിലാണ് ചേട്ടൻ ഇപ്പം നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ എങ്ങനെ തോന്നി ഈ ഒരു മൊമെന്റ് ഫീൽ ചെയ്യുമ്പോൾ? നമ്മൾ അന്ന് കളിയാക്കിയവരും അല്ല അന്ന് വേണ്ടെന്ന് പറഞ്ഞവരും ഇന്ന് വന്നിട്ട് വാവും എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, എങ്ങനെയാണ് ഫീൽ? അതങ്ങനെയാണല്ലോ. അത് കൊച്ചിലോട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് തേർഡിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കുറവായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിനൊന്നും നമ്മളെ വലിയ വിലയൊന്നുമില്ല. മോണിറ്റർ ആക്കുന്നത് അപ്പോൾ മോണിറ്റർ 1, 2, 3 കാണും. മോണിറ്റർ ആക്കുന്നത് നല്ലപോലെ പഠിക്കുന്ന പിള്ളേരെയായിരിക്കും മോണിറ്റർ ആക്കുന്നത്. പക്ഷെ അവർക്ക് മോണിറ്റർ ആകാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നോക്കാറില്ല. ഇവന് കഴിവുണ്ടാവും, പഠിക്കാൻ നല്ലതാണെങ്കിൽ ഇവന് സ്പോർട്സിലും കഴിവുണ്ടാവും, ഇവന് മോണിറ്ററിനും കഴിവുണ്ടാവും, ഇവന് എലിക്യൂഷന് പോലും കഴിവുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ധാരണ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഞാൻ സക്സസ്ഫുൾ അല്ലാത്ത സമയത്തും ഒരു ബ്രേക്ക് സിനിമയിലാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തത്, എപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് കിട്ടാം. അപ്പോൾ ഞാൻ അതിന് കാത്തിരിക്കുമായിരുന്നു. അപ്പം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അക്സെപ്റ്റൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളെ അന്ന് സ്നബ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്ത ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് സംഭവിക്കുന്നുണ്ട് ആക്ച്വലി. അത് ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ സമയത്തും സംഭവിച്ചായിരുന്നു. സോ അതൊരു ഹാപ്പിനെസ് ആണ് ആക്ച്വലി. പിന്നെ അവർ ആ സമയത്ത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നൊക്കെ നമ്മളിപ്പം കുറ്റപ്പെടുത്തി നടന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ ബോധവാനായാൽ, ഇപ്പം നമ്മൾ എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. നാച്ചുറലി അത് എനിക്കും അറിയാം. എൻ്റെ അഭിനയം പ്രശ്നമായിരുന്നു. ഞാനൊരു ബോൺ ആക്ടറൊന്നുമല്ല. ഞാൻ സിനിമകൾ മലയാളം ഇൻഡസ്ട്രി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയം അറിയാഞ്ഞിട്ടും എനിക്ക് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പം മോഹിനിയാട്ടത്തിലൊന്നും നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ പല ഓടാത്ത സിനിമകളുമുണ്ട്. ഇപ്പം 150 സിനിമകളായില്ല. അതിനകത്ത് ഓടാത്ത സിനിമകൾ ഉണ്ട്. ഓടാത്ത സിനിമകളിൽ ഞാൻ ഒരിക്കലും എനിക്ക് ഗിൽറ്റ് ഫീലിങ്ങോ റിഗ്രറ്റോ ഒന്നുമില്ല ആ സിനിമകൾ ചെയ്തതിൽ. കാരണം ആ സിനിമകളില്ലായിരുന്നെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടില്ല.
അതെല്ലാം ഓരോ സിനിമകളും എൻ്റെ മൈൽ സ്റ്റോൺസ് ആയിരുന്നു. ഓരോ മേക്കേഴ്സ്, ഓരോ പ്രൊഡ്യൂസേഴ്സും, ഓരോ റൈറ്റേഴ്സും, എല്ലാ ടെക്നീഷ്യൻസും, ഇവരൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് എൻ്റെ കരിയറിൽ. ബട്ട് താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു കിക്കെന്ന് എനിക്കറിയില്ല, അതിനൊരു കറക്റ്റ് വേർഡ് കിക്കാണോന്ന് അറിയില്ല, നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ഒരു സ്വപ്ന ലോകത്താണ്, ചെറിയൊരു ഒരു കിളി പാറയെ പോലത്തെ ഒരു അവസ്ഥ. പക്ഷെ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം ഈ പോസിറ്റീവ് റെസ്പോൺസ് ഒരുപാട് വരുന്നുണ്ട്. അത് 1-2 ദിവസത്തേക്കാണല്ലോ കേട്ടോ. ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു, ഇന്ന് 2 ദിവസം, നാളെ കിളി തിരിച്ചു വന്നു. അപ്പോൾ അത് ടെൻഷനില്ല. എന്നുവെച്ചാൽ എനിക്കറിയാം, എനിക്ക് എൻ്റെ ഇമോഷൻസ് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് പെട്ടെന്ന് കുറേ നാളുകൾക്ക് ശേഷം അച്ഛനെ പറ്റി ആലോചിച്ചു പോയി. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാൻ വീട്ടിൽ ഭയങ്കര ഇമോഷണലാവും അച്ഛനെ പറ്റി ഓർത്തിട്ട്. അമ്മ എപ്പോഴും പറയും, എടാ അച്ഛൻ ജീവിച്ചിരുന്ന അത്രയും കാലം സന്തോഷവാനായിരുന്നു. നിന്റെ ഒരു നല്ല സിനിമ തീവണ്ടി കണ്ടിട്ടാണ് അച്ഛൻ മരിച്ചത്. അച്ഛന് ചേർത്തലയില് ചിത്രാഞ്ജലി പോയിട്ട് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് പാരഡൈസിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഹൗസ്ഫുള്ള്. ആ സന്തോഷത്തിലാണ് അച്ഛൻ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ശരിയാണ്, അച്ഛൻ നല്ലപോലെ ഇരുന്നപ്പോൾ തന്നെ പോയി എന്നൊക്കെ അമ്മ പറയും. അതുകൊണ്ട് നീ സന്തോഷിക്കുക, അച്ഛൻ ബെഡ് റിട്ടേൺ ആയിട്ടല്ല പോയത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ അച്ഛൻ പോയില്ലേ, അതാണ് എൻ്റെ വിഷമം. അപ്പോൾ അച്ഛൻ ഈ ദിവസം ജീവിച്ചിരിപ്പില്ലല്ലോ. അമ്മ ഇന്ന് രാവിലെ പറഞ്ഞപ്പോൾ 21 വർഷത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത്രയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളിന്ന് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇമോഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്കും അച്ഛനെ പറ്റി തന്നെയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ഡൗൺ ആയത്. എനിവേസ് സോറി പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു എന്താണ് പ്രസ് മീറ്റിൽ ചിലപ്പോൾ അങ്ങനെ വന്നുപോയാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം നാളെ തൊട്ട് ഞാൻ വളരെയധികം നോർമലായിട്ട് റിയാലിറ്റിയിലേക്ക് വരുന്നതായിരിക്കും. പോയ കളി മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് ഇന്ന് ഓർക്കുന്ന സജിത് കുറുപ്പ് എന്ന് പറയുമ്പോൾ അറക്കലബു ഇന്ന് ഓർക്കുന്ന മലയാളികളുണ്ട് ഇവിടെ. അപ്പൊ അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പൊ പോയ കളി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് കളിയിൽ പോകാൻ ഒരുപാട് കഥാപാത്രം ചേട്ടൻ എനിക്ക് കിട്ടട്ടെ. അല്ലല്ല, ആ സമയത്തൊന്നും കിളി പോയിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. സീരിയസ്ലി ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ കരിയറിൽ കിളി പോകല് പല ടൈപ്പ് ഉണ്ടല്ലേ. ഇപ്പൊ ഹാപ്പിനെസ് കൊണ്ടുള്ള കിളി പോകലാണ്, അത് ആദ്യത്തെ പ്രാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പം പല ക്യാരക്ടേഴ്സ് എൻ്റെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴത്തെ അങ്ങനെ കിളി പോയിട്ടില്ല. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നതാണോ? എൻ്റെ ഒരു സിനിമയ്ക്ക് ഇത്രയും റിവ്യൂസ്. അവർലി ഇപ്പം മിഥുൻ മേനോൻ തോമസ് എന്നെ വിളിച്ചു, ചേട്ടാ ഇന്നലെ വരെ 1.5 വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ പെർ അവർ ടിക്കറ്റ് ബുക്കിങ്സ്. ആ പുള്ളി എനിക്ക് ടാർഗറ്റ് തന്നുകൊണ്ടിരിക്കുക. ഇതായിട്ട് ഞാനാണ് ആൾക്കാരെ വിടുന്നുള്ള പോലെ. ഇന്ന് 2 to 3,000 അടിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മിഥുൻ ഇന്ന് അടിക്കും, ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പോൾ ഉറപ്പിട്ട് അടിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2.35 ആയതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി വിധം മാറ്റി. ചേട്ടാ 3 to 4 വരണം കേട്ടോ എങ്ങനെയെങ്കിലും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ടാർഗറ്റ് തരാതെ, ഈ ടാർഗറ്റ് സെയിൽസ് തന്നതുകൊണ്ടാണ് ഞാൻ സെയിൽസ് വിട്ടിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ടാർഗറ്റ്. അപ്പൊ അങ്ങനെയാണ് സംഭവം. താങ്ക് യു. മിഥുൻ ചേട്ടനാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പടം സെക്കൻഡ് പാർട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം സൈജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആട് 1, 2, 3 ഉണ്ട്. 1 തിയേറ്ററിൽ പരാജയമായിരുന്നു. ഇവിടെ ഭരതനാട്യം നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ പരാജയമായ സിനിമ സെക്കൻഡ് പാർട്ട് ഹിറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ സൈജു ചേട്ടൻ ഒരു ലക്കി സ്റ്റാർ ആയിട്ട് മാറുകയാണ്. അതായത് ലക്കി സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് പാർട്ട് എന്നെ വെച്ച് ചെയ്തിട്ട് ഓടിയില്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്, അപ്പൊ ഫസ്റ്റ് പാർട്ട് ചെയ്യണമല്ലോ ആരെങ്കിലും. അങ്ങനെ ഒരു നിർമ്മാതാവ് വരില്ല. സെക്കൻഡ് പാർട്ടോട് ഇവനെ വെച്ച് ചെയ്താല് ഫസ്റ്റ് പാർട്ട് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ചെയ്തു ഇനി ചെയ്തു കേട്ടത്. അപ്പോ എന്റെയും ദാസന്റെയും തോമസ് ചേട്ടനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നില്ല. തോമസ് ചേട്ടൻ്റെ എന്തായിരുന്നു വിഷൻ, സ്വപ്നം മൗനാട്ടം കൊണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാനും ദാസനും ഒരേ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുള്ളൂ. മിഥുനായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതായത് ആടിന് ഫസ്റ്റ് വീക്കിൽ
ഒരു ദിവസം വന്ന കളക്ഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. അതായിരുന്നു നമ്മുടെ ഒരു, ഇപ്പം പലയിടത്തും മറ്റേ 50 crores 100 crores എന്നൊക്കെ കമൻസും ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നുമല്ല, നമ്മുടെ സ്വപ്നം ഇതായിരുന്നു ടോട്ടൽ. അത് ഭരതനാട്യത്തിന് മൊത്തത്തിൽ വന്ന കളക്ഷൻ അല്ലേ 2 വർഷം മുമ്പ്. അത് ഞങ്ങൾക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അതിനേക്കാളും കൂടുതൽ ഓൾമോസ്റ്റ് 1.5 ആണ് കേട്ടോ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. 1.5 മടങ്ങല്ലേ, 1.5 മടങ്ങ് കൂടുതലാണ് നമുക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കളക്ഷൻ വന്നത്. അപ്പൊ പിന്നെ കിളി പോകില്ലേ? ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പോൾ ആദ്യത്തെ പടത്തിൽ ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരുടെ റിയാക്ഷൻസ് എല്ലാം കാണുമ്പോൾ ഓബിയസ്ലി അഥവാ ഫ്ലോപ്പാണ് അല്ലെങ്കിൽ വിചാരിച്ച കളക്ഷൻ കിട്ടിയില്ല എന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേ ടീമിലൂടെ രണ്ടാമതൊരു ചിത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരുതരം വാശിയാവാം. അപ്പം ഈ പടം വിജയിപ്പിച്ച് മോശം പറഞ്ഞവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും എന്നൊരു പ്രൊഡ്യൂസറുടെ വാശി കൂടെ ആവാം. ഇന്ന് ആ വാശി സക്സസ്ഫുൾ ആയി നിൽക്കുകയാണ്. വാശി അല്ല, അതുപോലെ ഇതെൻ്റെ 9ാമത്തെ സിനിമയാണ്. അപ്പം സൈജുവും ഞാനും കൂടെ ഇത് 4ാമത്തെ സിനിമയാണ്. മെഹബൂബ് മൂസയിൽ ആണ് ഞാൻ സൈജുവിനെ പരിചയപ്പെടുന്നത്, യഥാർത്ഥത്തിൽ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അത് കഴിഞ്ഞ് ഞങ്ങൾ പാപ്പച്ചനോട് ബിരിയാണി ചെയ്തു, ഭരതനാട്യം ചെയ്തു, മോഹിനിയാട്ടം ചെയ്തു. ഇതിലെ പ്രധാനമായിട്ട് ഞാൻ കണ്ടത് ഭരതനാട്യം നമ്മൾ സിനിമ ചെയ്തു കഴിഞ്ഞപ്പം അതിലുണ്ടായിരുന്ന സിനിമ നന്നായിട്ട് വന്നു, OTT ഭയങ്കര അപ്രീസിയേഷൻ വന്നു. പക്ഷേ കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപനം കളഞ്ഞിട്ട് ഇവിടെ വന്ന് സിനിമയായിട്ട് നടക്കുമ്പോൾ ഞാനും ഈ സിനിമ ആഗ്രഹിച്ച് നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ജോലി തേടി വിദേശത്ത് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആൾ കലാപരമായിട്ട് നടന്നൊരു വ്യക്തിയാണ്. അപ്പം കൃഷ്ണദാസിന് എത്രമാത്രം കഴിവുണ്ടെന്നും കൃഷ്ണദാസ് എഴുതിയാൽ എങ്ങനെ ഉണ്ടാകുമെന്നുമുള്ളത് തിരിച്ചറിയാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് എഴുതുകയും നന്നായിട്ട്, കൃഷ്ണദാസ് ചിരിക്കത്തില്ല ഒത്തിരി. നമ്മൾ കോമഡി പറഞ്ഞാൽ ഒത്തിരി ചിരിക്കും. ഇപ്പം ഞാൻ എന്തെങ്കിലും കൃഷ്ണദാസിനെ വിളിച്ച് ഒരു കോമഡി ഒരു സാധനം പറഞ്ഞാൽ നമുക്കിങ്ങനെ ആക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ കൃഷ്ണദാസിന് ഒരു ഡയലോഗുണ്ട്, ആ ചേട്ടാ ആ, ഇത് മാത്രമേ പറയൂ. അപ്പം ഞാൻ പറഞ്ഞത് ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ. പക്ഷേ കൃഷ്ണദാസ് നല്ല കഴിവുള്ള ഒരു എഴുത്തുകാരനാണ്. മലയാള സിനിമയ്ക്ക് കൃഷ്ണദാസ് വേണം എന്നുള്ള യാതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമാണ് മോഹിനിയാട്ടം.